ഇനി അങ്ങനെ ഡിമാൻഡായ പരിപാടി എടുക്കൂല കേട്ടോ. അതെന്റെ തലയൊക്കെ എടുത്ത് വെച്ച് വയസ്സില്ലാന്നും പറഞ്ഞ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മളിതാക്കണ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. വൈകുന്നേരം ആയ സമയത്ത് കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് നല്ല വെയിലല്ലേ, എല്ലാവർക്കും അറിയാലോ പിന്നെ ക്ഷീണത്തിന്റെ കാര്യം. അപ്പൊ ഏതായാലും ഉറങ്ങി ഞാനൊക്കെ ഞാൻ എണീച്ച് ഷെമി അപ്പോഴേക്ക് ഇതാ കിച്ചണിലാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ പരിപാടി നടക്കുമ്പോൾ തന്നെ ഇവിടെ ആയിഷു ഇവിടെ ഡൈനിങ് ഹാളും ഒരു കിച്ചണാക്കി മാറ്റിയിട്ടുണ്ട്. ആയിഷു ഡാഡക്ക് ഒരു ചായ കൊണ്ടാ, ഒരു ചായ കൊണ്ടാ ഡാഡക്ക് കൊണ്ടാ. ആവശ്യപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്ക് വന്ന് പിന്നെ എന്നും ഉച്ചയാകുമ്പോൾ ഇന്നലെയൊക്കെ ഇൻട്രോ ടൈമിന് ആവശ്യം എണീച്ചില്ല. ഇന്ന് ഫുള്ള് ഉറങ്ങിയില്ല. ഇന്നലെ ഫുള്ള് ഉറക്കായിരുന്നു, ഇന്ന് തീരെ ഉറങ്ങിയില്ല. ഡാഡ ചായ എടുക്ക്, ഡാഡ ചായ എടുക്ക്, ചായ എടുക്ക് ഡാഡക്ക്, ഡാഡ ചായ എടുക്ക്, വാ വാ. ഓക്ക് ഭയങ്കര ഡിമാൻഡാന്ന് തോന്നുന്നു. ഇനി അങ്ങനെ ഡിമാൻഡായ പരിപാടി എടുക്കൂല കേട്ടോ. നോമ്പൊക്കെ ചായ ഇല്ല ഡാഡക്ക്. വാ നാല് വാ, മമ്മയുടെ അടുത്ത് പോവുക, മമ്മയുടെ അടുത്ത് പോവുക. ആവശ്യത അകത്തുനിന്ന് ഇതാക്കണ ചെരുപ്പൊക്കെ ഇട്ട് ചെരുപ്പിൻ്റെ ഉള്ളിൽ മറ്റേ ഷോക്സ് ഒക്കെ ഇട്ട് ഞാൻ നടക്കുക. എടാ ഷോക്സ് കഴിച്ചോ? ആ ഇത് കയ്യിലെടുക്ക്, ഇത് ചെരുപ്പൊക്കെ ഇട്ട് ഈ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പരിപാടിക്ക് പോണ സമയത്ത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും. പക്ഷെ അല്ലാത്ത സമയത്ത് ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും എപ്പോഴും. ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന രസമല്ലേ. ഡാൻസ്കാരൻ വിക്രം, ഡാൻസ്കാരൻ വിക്രം. ഇതൊന്ന് കുടിക്കൂ. ക്ഷമയായി നോമ്പ് നോറ്റാ ക്ഷമ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നോമ്പ് നോറ്റിക്കണേ. ഞാൻ നോമ്പ് നോറ്റിക്കണേ. അപ്പൊ അതിന്റെ ഒരു പരിഗണന ഞാൻ പ്രതീക്ഷിച്ചും കാറ്റാണ് ഞാൻ അത്രയും ദൂരം ഇവിടേക്ക് സഞ്ചരിച്ചത്. ഡൈനിങ് ഹാളിൽ ഞാൻ ഇവിടേക്ക് സ്റ്റിച്ചിട്ടതിനെന്താ, ഇനി ജസ്റ്റ് ആ കഴിച്ചാ പോരെ. ഇനിയിപ്പോ സ്റ്റിച്ചിന്റെ കാര്യം പറയാം. ആഴ്ച ഇവിടെ ഇരുന്നോ. സ്റ്റിച്ചിട്ടാ പിന്നെ ഒന്നും ഇടാനാവില്ല, അത് ഡ്രസ്സൊന്നും അടിക്കുമ്പോഴല്ല. ഇത് കൈക ഇത് അരച്ച ഇത് ഇതാക്കാൻ വേണ്ടി കൈ കഴിക്കാട്ടെ. എന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ വേറെ പണി. അതെ അതെ. ചൂടുണ്ടോ? നോമ്പ് നോറ്റ് ഇത് പറയണ്ട എന്നാലേ രമീന. ഞാൻ പറഞ്ഞല്ലോ കുറച്ചുണ്ടെന്ന്, കുറച്ചേ ഉള്ളൂ, അതിനത്രൊന്നുമില്ല. എന്റെ കൈയൊക്കെ ഞങ്ങളുടെ കിളയ കൈ, എന്റെ ഒക്കെ മൂത്തും എന്റെ ഇവിടെ എത്തിയ കൈ, അത് മനസ്സിലാക്കണം. എന്തോ സുഖം ഉണ്ടായിട്ടാ. തോലെന്തോ ചൂക്കടോ. എന്താ ആവശ്യം എന്താ വേണ്ടി? ചൂട് എത്തൂല, തണുപ്പറ്റൂല, മധുരം എത്തൂല, എതിര് എത്തൂല, പ്രശ്നം. ഡാമേജ് ആയി കിടക്കുക. അതെന്റെ തലയൊക്കെ എടുത്ത് വെച്ച് വയസ്സില്ലാന്നും പറഞ്ഞ്. അതെ അതെ, വിറ്റാമിന്റെ കുഴപ്പാ. എന്നിട്ട് അറിയിപ്പിക്കാൻ തന്നെ കൊണ്ട്. അതല്ല, ഷെമിക്ക് പല്ല് നന്നാക്കണോല്ലേ, അതാ കോമഡി. ഷെമിന്റെ പല്ല് നന്നാക്കണോല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഷെമിയെ വാൻ തുറക്ക് കാണട്ടെ എന്ന്. എന്റെ അടി ഞങ്ങള് കാണണം. മുന്നിൽ ആ ചിരിക്കുമ്പോ കാണണം 4 എണ്ണം അല്ലാത്തതൊക്കെ വെപ്പാ. അതിനൊന്നുമില്ല, ഒന്ന് ധൈര്യം ഉണ്ടോ തുറക്കാൻ പറയും. വാ കൊണ്ടുവരി കൊണ്ടുവരി കൊണ്ടുവരി. ഇങ്ങോട്ടാ അതെന്താ ഇത് കുട്ടിയാണെങ്കിൽ എന്റെ വള പൊട്ടിക്കല്ലേ. ഇനിയിപ്പോ ഇന്ന് കച്ചറായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഉച്ചക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ആവശ്യം ഒന്ന് ഉറങ്ങലുണ്ട് അല്ലേ. ആവശ്യം ഇന്ന് ഉറങ്ങിയില്ല. അതിനെ കൊണ്ട് ഇനിയിപ്പം എന്തായാലും ഈ ഒരു പിറാസ് ആയിട്ട് മൊത്തം പരിപാടികളും. വടിയെടുക്കണോ ഡാഡ? വടിയെടുക്കണോ? കൊടുത്താൽ മുമ്പാസ ഐശ്വര്യ ഇറക്കി കഴിഞ്ഞ് അറ്റ കിട്ടാ നിനക്ക്. വടിയടാ 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 എടുക്ക് ഒറ്റക്ക്. അടിങ്ങി നിന്നോ ഐശ്വര്യ തെറ്റ. വാ ഇനി ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ ഐശ്വ. കേട്ടോ എനിക്കും കിട്ടണ്ട ഷമേ. വെളിച്ചെണ്ണ ഒരു ജമീന. വെളിച്ചെണ്ണയിലല്ല, വെള്ളം കൂട്ടി വെച്ചാൽ മതി. ലാസ്റ്റ് എന്താ ചിക്കൻ പൊരിച്ച് എല്ലാം ഒന്ന് റെഡിയായി. പത്തിരി കൊയ്ക്കാൻ നേരം ആകുന്നില്ല. പിന്നെ ചിക്കൻ പൊരിച്ച കോലം. ഇതെന്താ ചിക്കൻ പൊരിച്ചതിന്റെ കോലോ? തിന്നോക്കിയോ?
നോക്കിയോ ആണല്ലേ? സ്മെല്ലുണ്ട്. അത് നമ്മളെ നാക്കോ ഇഞ്ചി വെളുത്തുള്ളി പൗഡറാ. അതിന്റെ ഒരു സ്മെല്ലാ. നല്ല സ്മെല്ല്. ഇതേ താണുശേ ഇങ്ങനെ വരല്ലേ. അല്ല നാളെ നമ്മള് ബിരിയാണി ഉണ്ടാക്കിയാലോ ഷെമി അല്ലേ? പത്തിരി ഇതും തന്നെ ആയ പരിപാടി നടക്കൂല. എല്ലാ സ്ഥലത്തും പുട്ടല്ല ഉണ്ടായി, ഇവിടെ പത്തിരി, എന്നും പത്തിരി പുട്ട്. അല്ല എല്ലായിടത്തും സുഖമായിട്ട് ഉണ്ടാക്കാൻ സുഖം പുട്ടല്ലേ? തേങ്ങ അതിന്റെ മുളക് ഇട്ടിങ്ങനെ പുട്ടല്ല വണ്ടി. എനിക്ക് വെള്ളപ്പുണ്ട്, നൂൽപുട്ടുണ്ട്, എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇവിടെ. അതാ എനിക്ക് അതിന്റെ ആവശ്യമില്ല, അതിനകത്തുള്ള പണി എടുക്കണില്ലല്ലോ. പക്ഷെ അത് മതി. കാരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റത്തെ നോമ്പിന് 2 കാരൊക്കെ കഴിച്ച നോമ്പ് നോറ്റ് എനിക്ക് ഒരു ക്ഷീണവും ഇല്ല. നല്ല അടിപൊളി ആയിട്ട് നല്ല നോമ്പ് തുറന്നോട്ടെ. ഈ ഇല്ലിക്കെട്ടിന് രാട്ട് പറഞ്ഞിട്ട് വെക്ക് ഇവിടെ ഡിമാൻഡ് ഇല്ലാന്നേ ഉള്ളൂ, ആടെ ഡിമാൻഡ് ഉണ്ട് അല്ലേ? അന്യ സംസ്ഥാനങ്ങളിൽ ഡിമാൻഡ്. ഷെമി സംസ്ഥാനത്ത് എന്താ പറയാ? ഷെമി സംസ്ഥാനത്തിന് ഇംഗ്ലീഷ് എന്താ പറയാ? അതെടുക്കരുത് കേട്ടോ, അതെടുക്കരുത് കേട്ടോ. ഇനി മുബാസിന്റെ പേരെ പോവുക. മുബാസിന്റെ പേരെ പോകണ്ടോ? വെള്ളം കൂട്ടി ഞാൻ കേട്ടോ. ഇത് പച്ചവെള്ള ചുടുവെള്ളല്ലേ ഇനി കൂട്ടണ്ടി? ഡാഡന്റെ കീറിയ പാൻറ്റാ. കീറല്ല കീറല്ല, ഇത് പൈസ കൊടുത്ത് വാങ്ങിയാ കീറല്. കീറിയ പാൻറ് വലിയ ആവശ്യമില്ല. അതല്ല, കീറിയ പൈസ കൊടുത്ത് വാങ്ങിയാ. ഇവിടെ വലിയതാക്കുക, വലിയ ഹോളാക്കുക. അത്രേ ആശ്വാസല്ലേ? അല്ലടാ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റുവോളാ? എന്നാ പിന്നെ നീ പോവുക. ഇതേതാണ്ട് ഫുഡ് ബോട്ടിയോ? പൈസക്കാർക്ക് എന്തുവാലോ, നമ്മളെ പോലെ മത്തിയോ? നമ്മളൊക്കെ ഒന്ന് വിളിക്കാൻ അല്ല ഞങ്ങളെന്നാ ഈ നോമ്പ് തുറക്കാൻ വിളിക്കുക? വേണ്ടട്ടോ, ഞാൻ വരൂല. എന്താ? വെക്ക് ഇവിടുന്ന് തന്നെ തുറക്കാൻ. ഇതാ ഇങ്ങനെ ആടൊക്കെ ഇങ്ങനെ വീട്ടിലങ്ങോട്ട് പാർസൽ കൊണ്ടുവരുമല്ലോ. പിന്നെ നമുക്ക് ഡെലിവറി, ഹോം ഡെലിവറി. ക്ഷമിയ ഹോം ഡെലിവറി ഉണ്ട് എന്നാ പറഞ്ഞത്. ഇവിടെ ചൊറിനുണ്ടാ? ചൊറി കിട്ടിയാലോ? ഇതാ ഇവിടെ ചെവിന്റെ സൈഡ് ഇവിടെ കുറച്ച് മേലോട്ട് കുറച്ച് എടുക്ക്. എന്റെ നാക്ക് എന്ത് നാക്കാത്? എന്റെ നാക്ക് എന്ത് ചെയ്ത് ഉറപ്പുള്ള നാക്ക? ഒരു സിമ്പിൾ നഖം വേണ്ടേ? മൂത്ത് അങ്ങ് തീക്കിന്. ഇതാ ഇവിടെ ക്ഷമയ ചൊറിയനെ കാത്. മതി പറിച്ചാളല്ല, ചെറുതാ. ഇന്ന് ഷെഫിക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ച്, ചിക്കൻ പൊരിച്ച്, ചിക്കൻ കറി വെച്ച്, ചിക്കൻ ഇന്നലെ പറഞ്ഞ പോലെ വേറൊരു കറി വെച്ചിക്കണ്. പിന്നെ ഈ പത്തിരി ചുടാനേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു പൂയും കൂടി ആണെങ്കിൽ അടിപൊളിയായി പോരെ. ഇനി ഉരുളാക്കട്ടെ. ചെറിയ നമുക്ക് എത്ര എണ്ണം വേണ്ടിയേ? ഇത് പൊറാട്ട വെക്കേ. ഞങ്ങളിങ്ങനെ അങ്ങനൊന്നും ആക്കല്ല, അതാ രസോ. നമ്മള് വീഡിയോ കാണിച്ചു കൊടുക്ക്. കൈ കഴിക്കില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വീഡിയോയിലും ഒറിജിനലും ഇല്ല. അതല്ല വീഡിയോ, അത് കൈയൊക്കെ കഴിക്കും. കൈയുണ്ട്, കുളിക്കുണ്ട്, കാലൊക്കെ ഉണ്ട് കേട്ടോ. കാല് തേച്ചാണ്ട് ഒരു ദിവസം കണ്ടില്ല. വാങ്ങണേ പള്ളിയിലൊക്കെ പള്ളിക്കാർക്ക് തന്നെ അത്ഭുതമായിരിക്കും പോലത്തെ കാണുമ്പോ.
പള്ളിയിൽ പോയപ്പോ ആടുള്ള ആൾക്കാർ ഞങ്ങളൊരു മാതിരി നോക്കൂലേ റമദാന്റെ മാത്രം ഓലാതിരി ഞങ്ങൾക്ക് വേറെയും പണിയുണ്ട്. ഓർക്ക് ഇങ്ങനെ പള്ളിയിൽ വരുന്നോലെ നോക്കാം. അല്ല ഇവൻ ആടല്ലോനല്ലേ പള്ളിയിൽ വരും. ഓനെ ഇവന് പള്ളിക്കുള്ള അങ്ങനെയല്ല. ചില ആൾക്കാർ എന്റെ അടുത്ത് വന്ന് കിബിലേക്ക് പറഞ്ഞു തരിക അങ്ങോട്ടാട്ടോ. ഇല്ലട്ടോ ആകെ തമാശ പറഞ്ഞോ. ഇതൊക്കെ അല്ല പറഞ്ഞു തരാനോ ഇല്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം ഞങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കുന്ന പറഞ്ഞു. ഇനി ആരും മിണ്ടിയില്ല എന്നോട്. ഇനി ഇതൊക്കെ കാര്യാക്ക. പിന്നെ നമ്മൾ കാര്യല്ലേ മനുഷ്യന്മാരെ കയ്യൊക്കെ ഞാൻ കഴിക്കാന് ഇനി വേറെ തൊലിച്ചിക്കണം. പോയി ഞാൻ കുളിച്ച് വാട്ടോ. ചൂടോ ഇപ്രാവശ്യം AC വാങ്ങിയ മുതലാക്കിട്ടാണ് അതിന്റെ ഉള്ളിൽ പോരല്ലേ. ഏതാ വൈബ് എന്നൊക്കെ വിചാരിച്ചേ. രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോ AC 27-30 ആട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഓഫാക്കി ഉണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ച് വന്ന് നോക്കണവരാ ഇവക്കെന്നെ എന്തോ ആയി. എന്നെ കാണുമ്പോ അവൾ ഇങ്ങനെ കളിക്കുക വണ്ടിന്റെ ഒച്ച കേൾക്കുമ്പോ. അപ്പൊ ഇവക്ക് അറിയില്ല പുറത്തുനിന്ന് ഫാൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നുള്ളേ. എനിക്ക് AC പറ്റൂല. ചുമയും മൂക്കടുപ്പ് ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഇല്ലാണ്ട് ചുമയും മൂക്കടുപ്പൊക്കെ എനിക്ക് പറ്റൂലായിരുന്നു. ഏതായാലും ഇപ്പൊക്കെ പറ്റി. ഇന്നലെ ഞങ്ങളെല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞെടുക്കണേ. ഇനി ആവശ്യം നമ്മൾ നിലത്ത് കിടത്താം. ചെറിയ ബെഡിട്ട് അല്ലേ എല്ലാവരും തല്ലിവിടാനാവില്ല. ഓക്കെ സെറ്റ്. ബാക്കി പരിപാടി ഒറ്റയ്ക്കോ. ഓക്കെ അപ്പൊ ഏതായാലും ഷെമിതാക്കുന്ന സാധനങ്ങളൊക്കെ ആക്കി വെച്ച് പറഞ്ഞ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കണം. കൈ കഴുകാണ്ട് ഫ്രിഡ്ജ് തുറക്കലതാ. കൈ കഴുകാണ്ട് പിടിച്ച തുറക്കല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കൈ കൈകി തുറക്കണം എന്നല്ലേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം. ഇതാ ഫ്രൂട്ട്സ് രണ്ട് പിടുത്തം പിടിക്കാൻ സ്ഥലം മാറ്റി വെച്ച് ആവില്ല വിളയിടയില്. ഈ ചെറിയ ചെറിയ സാധനം പാറി കളിക്കുന്ന സാധനല്ലേ കൊത്തങ്ങ. രണ്ടെണ്ണം ഉണ്ട് കൊത്തങ്ങയും കാര്യം. രണ്ട് ഐറ്റംസാ. രണ്ട് അറിയൂല. ഞാൻ അന്നപ്പോ ജനിച്ചു ചോദിക്കുന്നത് പക്ഷികളാണ് തോന്നുന്നത്. പറക്കണതല്ലേ കടിക്കൂല. ഡൗട്ട്. കൊതുക് അതുപോലെ മുട്ട ഈ സാധനം ഇതൊക്കെ പക്ഷികളിൽ പെടുവോ അതല്ലെങ്കിൽ പ്രാണികളിൽ പെടുവോ? പ്രാണി ഇതിനാ ഗൈസിനോട് വെക്കണേ. ഞാൻ ഇവിടെ ഉള്ളപ്പോ പക്ഷികളൊക്കെ പറക്കണല്ലേ കൊത്തി തിന്നണല്ലേ. അത് കൊത്തി തിന്നുവോ? തിന്നാ മതിയല്ലോ. എന്റെ ചോദ്യങ്ങളെ മുന്നിൽ പലരും ശാസ്ത്രം വരെ മാറിപ്പോണ്ട്. ശാസ്ത്രം വരെ തോറ്റുണ്ട്. ഓക്കെ അപ്പൊ ഏതായാലും മുട്ടക്ക് ചോര കുടിക്കണ്ടേ. ഇനി ഏതായാലും നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കാണാം അല്ലേ. ആയിഷു ഗോയിങ് ടു മുബാസിന്റെ വീട് അല്ലേ. ബസ് സ്റ്റാൻഡ് പോവാ ആണോ? വിട്ടോട്ടോ വിട്ടോട്ടോ. അമ്മന്റെ വാളൂരിയൊക്കെ വരുമ്പോ കൊണ്ടുവരണേ. എപ്പഴാ വരിക? പുതിയ കമ്മല് വാങ്ങിയ കാണിച്ചു കൊടുത്തിനോ? കേട്ടോ രാവിലെ വേണ്ട രാത്രി വരണം കേട്ടോ. സലാം പറഞ്ഞില്ല മമ്മനോട്? സലാം പറഞ്ഞില്ല? സലാം പറഞ്ഞാല് ഡാഡിനോട് നോക്കിയാ പോയോ. അപ്പൊ കേസ് ഇതാക്കണ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബിസ്മില്ലാ. വെള്ളം ഒഴിക്കുകയാണ്. ആയിഷുനെ മുബാസ് കൊണ്ടുപോയി. ഇത് ഞാൻ വീഡിയോ ആയിട്ടാട്ടോ അല്ല ഞാൻ അതിൽ തന്നെ കുടിക്കല്. വീഡിയോ ആയിട്ടാണ് ഇപ്പം ഇങ്ങനെ കുടിക്കല്. എങ്ങനെ കുടിച്ചിട്ട് തൂക്കുണ്ടല്ലോ ക്ഷമേ. കാരക്കല്ല എല്ലാം കൂടി വേണ്ട. കാരക്ക ജ്യൂസും കാരക്ക കഴിക്കാനൊക്കെ കൂടി. പാല് പറഞ്ഞ പഞ്ചസാര വെച്ചിക്കണോ? ഉറപ്പാ? കാരക്കാന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ വേറെ ലെവൽ സാധനം അല്ല അല്ലേ. പഠിച്ച നമുക്ക് ഈ കറിയാട്ടോ ഞാൻ പറഞ്ഞ കറി. കഴിഞ്ഞ ദിവസം ചിക്കൻ വരച്ചത് പത്തിരി. അതല്ല നിങ്ങൾക്ക് അറിയോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേനോ പച്ചക്കായും പൂളയും കറി വെക്കണം എന്ന്, പൂള കപ്പയും കറി വെക്കണമെന്ന്.
അത് വെച്ചെന്ന് അതാണ് ഗൈസ് ഇത് ഈ കാണുന്നത്. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാം. ഇതിന് പ്രത്യേക ഒരു വേറെ മോഡൽ കഴിക്കൽ ഒരു പരിപാടി ഉണ്ട് അല്ലേ? ഇതാ ചൂടോടൊക്കെ പത്തിരി ഇതാ ചുട്ടിടുകയാണ്. ഈ പത്തിരി ഇങ്ങനെ കഴിക്കണം. അപ്പം ഇത് കഴിക്കുന്നതിന്റെ വൈബ് വേറെ തന്നെ. ചില സ്ഥലത്ത് കൂടുതൽ ആളുകളും ഇല്ലേ നിസ്കാരം കഴിഞ്ഞ് ഇപ്പൊ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കാത്തുക്കൽ. നമുക്ക് ആ പരിപാടി ഇല്ല. നമ്മൾ കാത്തുക്കൽ പരിപാടി ഇല്ല. വരിക ബാങ്ക് കൊടുക്കുക അറ്റാക്ക്. അതാണ് നമ്മളെ പരിപാടികള്. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അല്ലെ. അങ്ങനെയുള്ളവര് ഏതും പോവും നമ്മുടെ റോഡ് കൂടി. അതല്ല അതൊന്നും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്യുന്നവരില്ലേ അജിമേ? വാ കഴിക്കല്ലേ? ഇനിയില്ല ഇനിയില്ലെങ്കിൽ അത്രയും നന്നു. ചായ ഒക്കെ ഉണ്ടാക്കിയതാ. ഞാൻ ഇന്നലെ പറഞ്ഞ എങ്ങനെ അറിയോ? ഈ പൂള അല്ല കപ്പ പച്ചക്കായ് ഇത് രണ്ടും കൂടി ഇങ്ങനെ കറിയാക്കിയ സാധനം ഇങ്ങനെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ കൂടെ അടുപ്പിച്ച് വെക്കണം കേട്ടോ നമ്മുടെ അടുത്തേക്ക്. അല്ല തൂത്തു നല്ലോണം ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇതിനൊരു പ്രത്യേക തരം സംഭവം ഉണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നല്ലോണം നമ്മളെ പത്തിരില്ലേ അതിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ വെക്കുക. ഇതാ കണ്ടോ? ഇതിങ്ങനെ വെച്ചിട്ട് ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഫിഷാണ് വേണ്ടത്. ചിക്കൻ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് മുളക് കറി എടുത്തിട്ട് അതും ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കാത്തിരിക്കുക. ഞാൻ കഴിഞ്ഞാൽ ഈ പത്തിരി ആയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ചൂട് അതെ ഇവിടുത്തെ സിറ്റുവേഷൻ വേറെ ആണല്ലോ. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതാക്കുന്നത് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ അങ്ങോട്ട് മുക്കിയിട്ട് രണ്ടും കൂടി ഇങ്ങോട്ട് മിക്സ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ചിക്കൻ വാണേ കൂട്ടിയാൽ മതി. ഇല്ല ഒരു നിർബന്ധമില്ല. ഓ വേൾഡ് കിട്ടൂല ഈ ഒരു സുഖം. സിമേ വേൾഡ് കിട്ടൂല ഈ ഒരു സുഖം. അതിൻ്റെ കുറവേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഇതൊരു നോമ്പൊക്കെ തുറക്കി ഞങ്ങൾ നോമ്പൊക്കെ തുറക്കട്ടെ അല്ലേ സിമേ? തറാവീഹ് പോലും പരിപാടികളൊക്കെ ആണ് ഇനിയിപ്പോൾ ഉണ്ടാവുക അല്ലേ? ആവശ്യമില്ലാത്ത ഇനി ഇല്ലാണ്ട് ഇതൊരായില്ലല്ലോ. ഇനിയില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മിസ്റ്റേക്ക് തോന്നല്ല. അല്ല ചെമ്മ ഇനിയില്ലെങ്കിലും ഇനിയിപ്പോൾ എനിക്കിവിടെ നിൽക്കണ്ടിയാ. ഇതേ ചെമ്മി ഇനിയില്ലെങ്കിൽ ഇവിടെ 100 ആളില്ലാത്ത കുറവാ. 100 ആളില്ലാത്ത കുറവാ. ഓക്കെ അപ്പൊ ഏതായാലും ബൈ ബൈ ടാറ്റാ. ബൈ ബൈ പറഞ്ഞാല് ചായ എത്തി. ഷെമിന്റെ ചായ എത്തി. വാ കറിയോ? അപ്പൊ ഗൈസ് ബൈ ബൈ ടാറ്റാ.